നമസ്കാരം. ഈ കഴിഞ്ഞ T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച റെക്കോർഡ് സഞ്ജു സാംസന് സ്വന്തം. ഈ കഴിഞ്ഞ T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച 10 പേരുടെ പട്ടികയാണ് ഇനി പറയുന്നത്. കുറഞ്ഞ കളിയിൽ നിന്നാണ് സഞ്ജു സാംസൺ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ചത്. ഒന്നാം സ്ഥാനത്ത് 5 കളിയിൽ നിന്ന് 24 സിക്സ് അടിച്ച സഞ്ജു തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് 8 കളിയിൽ നിന്ന് 20 സിക്സുമായി ഫിൽ അലനാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 7 കളിയിൽ നിന്ന് 19 സിക്സ് അടിച്ച സിമ്രാൻ ഹെറ്റ്മെയറാണ് മൂന്നാം സ്ഥാനത്ത്. 6 കളിയിൽ നിന്ന് 18 സിക്സ് അടിച്ച പാകിസ്ഥാൻ്റെ ഫർഹാനാണ് നാലാം സ്ഥാനത്ത്. 9 കളിയിൽ നിന്ന് 18 സിക്സ് അടിച്ച ഇന്ത്യയുടെ ഇഷാൻ കിഷനാണ് അഞ്ചാം സ്ഥാനത്ത്. 8 കളിയിൽ നിന്ന് 17 സിക്സ് അടിച്ച് ശിവൻ ദുബെ ആറാം സ്ഥാനത്തെത്തി. 8 കളിയിൽ നിന്ന് 16 സിക്സ് അടിച്ച് ടിം സീഫേർട്ട് ഏഴാം സ്ഥാനത്ത്. 6 കളിയിൽ നിന്ന് 15 സിക്സ് അടിച്ച ശ്രീലങ്കയുടെ ഷനഗയാണ് എട്ടാം സ്ഥാനത്ത്. 8 കളിയിൽ നിന്ന് 15 സിക്സ് അടിച്ച റിക്കൾട്ടനാണ് 9ാം സ്ഥാനത്ത്. അടുത്തത് 9 കളിയിൽ നിന്ന് 15 സിക്സ് അടിച്ച ഇന്ത്യയുടെ ഹാർദിക് പാണ്ഡ്യയാണ് 10ാം സ്ഥാനത്ത് വരുന്നത്. സഞ്ജു സാംസൻ്റെ വേറൊരു റെക്കോർഡും കൂടിയുണ്ട്. ഇന്ത്യയുടെ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവരെ പിന്തള്ളി ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച കളിക്കാരൻ എന്ന പേരും സഞ്ജു സാംസന് സ്വന്തമായി. കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും പകുതി കളി പോലും കളിക്കാതെയാണ് ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച കളിക്കാരൻ എന്ന സ്ഥാനം സഞ്ജുവിന് ലഭിച്ചിരിക്കുന്നത്. സഞ്ജു ഓപ്പണിങ്ങിൽ വരുമ്പോൾ അത് മറ്റു ഇന്ത്യൻ കളിക്കാർക്ക് താഴോട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ പല കളിയിലും സഞ്ജുവിനെ ഒതുക്കിയതായും ചില ആരാധകർ പറയുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ കളി കളിച്ച് ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച സഞ്ജു സാംസൺ കൂടുതൽ സമയം ഗ്രീസിൽ നിന്നാൽ എന്താണ് അവസ്ഥയെന്ന് പറയാൻ കഴിയില്ല. ഓപ്പണിങ്ങിൽ സഞ്ജുവിനെ പോലെ ഇത്രയും ആക്രമണകാരിയായ ഒരു ബാറ്റർ ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ ടീം കണ്ടിട്ടില്ല എന്നും ആരാധകർ പറയുന്നുണ്ട്. വൈഭവ് സൂര്യവംശി മാത്രമാണ് ഇപ്പോൾ സഞ്ജുവിന് ഒരു പകരക്കാരനായിട്ട് നിലവിൽ ഉള്ളത്. ഈ വരുന്ന IPLൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയാണ് വൈഭവ് സൂര്യവംശി ഓപ്പണിങ്ങിനെത്തുന്നത്. ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ കളി എങ്ങനെയെന്ന് കണ്ടറിയുക തന്നെ വേണം. അണ്ടർ 19 വേൾഡ് കപ്പിൽ വൈഭവിൻ്റെ മിന്നുന്ന പ്രകടനം നാം കണ്ടതാണ്. രാജസ്ഥാനിൽ സഞ്ജു ഈ പ്രാവശ്യം കളിക്കുന്നില്ല. പകരം സഞ്ജു ചെന്നൈയിലാണ് കളിക്കുന്നത്. സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് സ്ഥാനത്താണ് വൈഭവ് സൂര്യവംശി എത്തുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.